ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടാണ് വരുന്നത്. എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നില്ല എന്നെനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം എല്ലാ തവണയും വരുന്നതാണ്. കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും, നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും, സത്യം ജയിക്കും എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും, നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും, സത്യം ജയിക്കും എന്നതാണ്. സത്യം ജയിക്കണം എന്നതാണ് നമുക്കും പറയാനുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യമേ ജയിക്കാവൂ, സത്യത്തെ ഏതെങ്കിലും തരത്തിൽ റീൽസ് ഇറക്കി തോൽപ്പിക്കാൻ പറ്റരുത് എന്നതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. എന്തായാലും പെൺകുട്ടി പരാതി നൽകിയിരിക്കുമ്പോൾ ആദ്യ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അതൊരു FB പോസ്റ്റായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം വരുന്നു എന്ന് നമ്മൾ കാണണം. ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മാധ്യമങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് നൽകിക്കൊണ്ട്, മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, മാധ്യമങ്ങളെ ചൊറിഞ്ഞുകൊണ്ടൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റായി പ്രതികരണം വരുന്നു. പെൺകുട്ടി പരാതി നൽകിയെന്ന വിവരത്തിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സത്യം ജയിക്കും എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ചെറിയ വരികളിൽ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും എന്നതിൽ പറയുന്നു. എന്ത് നിയമപരമായ പോരാട്ടമാണ് ഈ 3 മാസത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ട് പോലുമില്ല, ആ ശബ്ദം തന്റേതല്ല എന്ന് നിഷേധിച്ചിട്ട് പോലുമില്ല. നിയമ പോരാട്ടത്തിന് എന്തുകൊണ്ട് തയ്യാറെടുക്കുന്നില്ല? മാധ്യമങ്ങളെ പഴിചാരുമ്പോൾ, എന്നാൽ മാധ്യമങ്ങൾക്കെതിരെയോ ഇങ്ങനെയുള്ള അപവാദ പ്രചരണത്തിനെതിരെയോ എന്തുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പറയുന്നു നിയമപരമായി തന്നെ പോരാടുമെന്ന്, നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. ആദ്യ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് വരികയാണ് ഈ വിഷയത്തിൽ. നമുക്കൊപ്പം ഡാൻ കുര്യനും കിരൺ ബാബുവും തുടരുന്നുണ്ട്. കിരൺ നോക്കൂ, കോൺഗ്രസ് ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ വളരെ ശക്തമായ നിലപാടുകളിലേക്കാണ് പോയത്. അതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി കൊണ്ടുപോയാൽ പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാകുമെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് പല പാർട്ടിക്കുള്ളിലെ ആളുകളും ഈ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നടപടിയെടുത്തത് എന്നത് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ്. പക്ഷേ പിന്നീട് VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് നേരിടേണ്ടി വന്ന സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപം, ഈ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനും മറ്റും നൽകുന്ന പിന്തുണ ഒക്കെ പാർട്ടിയിൽ 2 വിഭാഗങ്ങൾ ആയി, രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരും അനുകൂലിക്കാത്തവരും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പരസ്യ പ്രതികരണമാണ് K സുധാകരനിൽ നിന്നുണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിനെ താൻ അന്വേഷിച്ച് നിരപരാധി എന്ന് പ്രഖ്യാപിക്കുകയാണ് സുധാകരൻ ചെയ്തിരുന്നത്. അത് വലിയ അവമതിപ്പുണ്ടാക്കുകയും നേതാക്കൾക്ക് ഇടയിൽ വലിയ ഭിന്നത ഉടലെടുക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പരാതി വരുന്നത്. അപ്പോൾ VD സതീശന്റെ, രമേശ് ചെന്നിത്തലയുടെ, K മുരളീധരന്റെ ശബ്ദത്തിന് കുറച്ചുകൂടി പ്രാധാന്യം ഇനി കോൺഗ്രസിൽ വരുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ? രേണുക, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ തീരുമാനമെടുത്തത് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഒരുമിച്ച് തന്നെയാണ്. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെയായിരുന്നു തീരുമാനമുണ്ടായത്. K സുധാകരൻ മാത്രമാണ് മറിച്ച് ഈ ഘട്ടത്തിൽ ഒരു അഭിപ്രായം പിന്നീട് പറഞ്ഞത്. അങ്ങനെ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളാരും KC വേണുഗോപാലോ അല്ലെങ്കിൽ അത്തരം നേതാക്കളുടെ ഭാഗത്തു നിന്നും എവിടെയും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു പ്രതികരണം എവിടെയും ഉണ്ടായിട്ടില്ല. പക്ഷേ K സുധാകരൻ അങ്ങനെയല്ല, പരസ്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലമായ രീതിയിലേക്ക് അവസാന ഘട്ടത്തിൽ ചില പ്രതികരണം നടത്തി. അതിനൊക്കെ അപ്പുറത്തേക്ക് രാഹുലിനെ സഹായിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും, ഏറ്റവും പ്രധാന നേതാക്കളില്ലെങ്കിലും അതിനടുത്ത നേതാക്കളും, അതോടൊപ്പം തന്നെ രാഹുലിൻ്റെ തന്നെ സ്വന്തം ടീം എന്ന് പറയാവുന്ന മുൻ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിലൊക്കെയുള്ള കുറച്ച് ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വ്യാപകമായി തന്നെ ഇവർക്കെതിരെ, അല്ലെങ്കിൽ പറയുന്നത് പോലെ പെയ്ഡായിട്ടുള്ള ചില PR ഏജൻസികളൊക്കെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷമായ ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞുവിടുകയും അത് സോഷ്യൽ മീഡിയ വഴി അത്തരത്തിലുള്ള പ്രചരണമൊക്കെയും നടത്തിയിരുന്നു. അതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആയുധം. സോഷ്യൽ മീഡിയ വഴി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന നേതാക്കളെ അധിക്ഷേപിക്കുക, അവർക്കെതിരെ മറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കുക, അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന തരത്തിലേക്കുള്ള വിവിധ വിഷയങ്ങൾ, അല്ലെങ്കിൽ അവർക്കെതിരെ മുൻകാലങ്ങൾ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ ബോധപൂർവ്വം സമൂഹത്തിൽ അവരുടെ പ്രതിച്ഛായ മോശമാക്കുക, അത്തരം തന്ത്രങ്ങളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഔദ്യോഗികമായി കോൺഗ്രസ് കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നിലപടി അങ്ങനെ തന്നെ നിലനിർത്തുകയായിരുന്നു. കോൺഗ്രസിൻ്റെ സമീപകാലത്തൊന്നും
ഇങ്ങനെ ഒരാൾക്കെതിരെ ഒരു ആരോപണം വന്നാൽ അവരെ ഈ തരത്തിലേക്ക് അടുത്ത നടപടിയിലേക്ക് നീങ്ങുന്ന ഘട്ടമുണ്ടായിട്ടില്ല. പക്ഷേ അത്തരം ഒരു നടപടി ഉണ്ടായി. പക്ഷേ അപ്പോഴും കോൺഗ്രസിനുള്ളിൽ തന്നെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നൊക്കെ അടക്കം ചോദ്യമുണ്ടായിരുന്നു. ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു MLA വീണ്ടും വന്നിട്ട് കോൺഗ്രസിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നു, കണ്ണാടി പഞ്ചായത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിലൊക്കെ പങ്കെടുക്കുന്നു, അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നു. ഇത് സ്വാഭാവികമായും ചിലപ്പോൾ ആ സ്ഥലത്തെ ആളുകളൊക്കെ ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രചരണത്തിനിറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രചരണത്തിനാണ്, അത് താഴെത്തട്ടിലായാലും മുകൾ തട്ടിലായാലും അതിന് ഉത്തരവാദിത്തം കോൺഗ്രസിനാണ്. അതുണ്ടാക്കിയ ഒരു നാണക്കേടിലൊക്കെ ആയിരുന്നു കോൺഗ്രസ് യഥാർത്ഥത്തിൽ നിന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു പരാതി വന്നത്. അന്നെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാക്കളോടെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് തനിക്കെതിരെ ഒരു പരാതി ഒരിക്കലും ഉണ്ടാവില്ല, ഒരു പരാതിക്കാരിയും തനിക്കെതിരെ പരാതി പറയില്ല. ഈ ഒരു അമിതമായ ആത്മവിശ്വാസത്തിൽ അല്ലെങ്കിൽ അത്തരം ഒരു ധാർഷ്ട്യത്തിലൊക്കെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ നിലനിന്നിരുന്നത്. ഒരു പരിധിവരെ കെ സുധാകരനെ പോലെ നേതാക്കളൊക്കെ ചിലപ്പോൾ അത് വിശ്വസിച്ചിട്ടുണ്ടാകും. അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റു ചില നമ്മളെ സംബന്ധിച്ച് കൃത്യമായ സ്ഥിരീകരണം ഇല്ലെങ്കിലും മറ്റു ചില നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഈ പെൺകുട്ടിയെക്കുറിച്ച് മോശപ്പെട്ട രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു എന്നുള്ള തരത്തിലേക്കുള്ള ചില പ്രതികരണങ്ങളൊക്കെ ചില നേതാക്കളോടൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ചില സൂചനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ അത്തരം ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. ഈ പെൺകുട്ടി പരാതി പറയുന്ന പെൺകുട്ടിയുടെ സ്വഭാവത്തിനെ മോശമായ രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചിത്രീകരിച്ചു എന്ന മട്ടിലൊക്കെ. ഇതൊക്കെ സ്വാഭാവികമായും ഈ പെൺകുട്ടിയും അറിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ പെട്ടെന്നുണ്ടായ വീണ്ടും ഒരു പ്രകോപനത്തിന് ആദ്യഘട്ടത്തിലൊക്കെ കടുത്ത രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് എതിർപ്പുള്ളപ്പോൾ പോലും ഒരു പരാതി നൽകേണ്ടതില്ല, ചിലപ്പോൾ അയാൾ തെറ്റിതിരുത്തി വരും എന്നൊക്കെയുള്ള പ്രതീക്ഷയാവും. അങ്ങനെ ഒരു ഇരയുടെ മാനസികാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. അത്തരമൊക്കെ പ്രതീക്ഷകൾ പലതരത്തിലുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ പരാതി നൽകാൻ അവരെ പിന്തിരിപ്പിക്കുന്ന ഘടകങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അവരുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തെ ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഒരാൾ പ്രതികരണം നടത്തിയാൽ, അങ്ങനെ പ്രതികരണം നടത്തിയെന്നാണ് പറയപ്പെടുന്നത്, സൂചനകളാണ്, അത് അങ്ങനെ തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതും. അത്തരം ചില സൂചനകൾ കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ പല നേതാക്കളുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരുന്നു. രാഹുലിൻ്റെ ഒരു വെർഷൻ അങ്ങനെയാണ് എന്നുള്ള മട്ടിലേക്ക്. സ്വാഭാവികമായും ഇത് ഈ പെൺകുട്ടി അറിഞ്ഞിരിക്കാം. അതൊക്കെ ചിലപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് പരാതിയുമായി രംഗത്ത് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തായാലും അത്തരത്തിൽ ചില പ്രചരണങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് നടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഇനി ഏതു സമയവും അറസ്റ്റ് ഉണ്ടാവും. പ്രധാനപ്പെട്ട ഒരു കാരണം ഈ അന്വേഷണ സംഘം വളരെ നേരത്തെ രൂപീകരിച്ചാണ്. അന്വേഷണ സംഘം എല്ലാവിധ തെളിവുകളും എടുത്താണ്. അവർ പലരുടെ മൊഴിയെടുത്തു, ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി. പക്ഷേ അവർക്ക് ഒരു തടസ്സമായി നിന്നത് ഇത്തരം ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു പരാതിക്കാരി ഒരാൾ ഔദ്യോഗികമായി പരാതി ഉന്നയിക്കാതെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. മറ്റൊരു പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില ആരോപണങ്ങൾ പരസ്യമായി തന്നെ വന്ന് ഉന്നയിച്ചിരുന്നു. പക്ഷേ ഞാനൊരു പരാതി നൽകുന്നില്ല, ഇത്തരക്കാരെ സൂക്ഷിക്കണം, എനിക്ക് നേരെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു തരത്തിൽ ഉണ്ടായിട്ടില്ല, പക്ഷേ ഇയാൾ ഈ തരം പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ് പല സ്ത്രീകൾക്ക് നേരെ എന്നുള്ളതടക്കം അവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഞാൻ പരാതി നൽകില്ല എന്ന് അവർ തുടക്കം മുതൽ തീർച്ചയായും. എന്തായാലും നോക്കൂ, ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് ഈ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ഇതിനോടകം നിരവധി പെൺകുട്ടികളുടെ ശബ്ദം ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട്. പല പെൺകുട്ടികളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ പാർട്ടിയെ തന്നെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടി നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്ത് വരുമ്പോൾ